സ്വപ്ന വീടിലൂടെ പലതരം വീടുകൾ നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബജറ്റ് വീടുകൾ, കോസ്റ്റ് എഫക്റ്റീവ് വീടുകൾ, ലക്ഷറി വീടുകൾ. എന്നാൽ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ലക്ഷറി വീടാണ്. അപ്പോൾ നമ്മൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കടമ്പാട്ടുകോണം എന്നുള്ള സ്ഥലത്താണ്. ഇത് വിഷ്ണു രശ്മി ദമ്പതികളുടെ വീടാണ്. ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള കാഴ്ചകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ റോഡിൽ നിന്ന് വീടിന്റെ ഭംഗി പരമാവധി ആസ്വദിക്കാവുന്ന രീതിയിലാണ് വീടിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇവിടെ കോട്ടൺ സ്റ്റീലിൽ വീടിന്റെ പേര് തമോഹര എന്നുള്ള പേര് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൽ ഒരു വുഡ് ഫിനിഷ് നൽകിയാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത്. ഒരു വശം സ്ലൈഡിങ്ങും ഒന്ന് ചെറിയ രീതിയിൽ തുറക്കാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് ആണ്. അപ്പോൾ ഈ സ്വപ്ന വീടിന്റെ ആർക്കിടെക്റ്റിനെ നമുക്ക് പരിചയപ്പെടാം. വിനായക് വിജയ്, കോക്സ് ആർക്കിടെക്ട്സ്. നമസ്കാരം. നമസ്കാരം. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന്റെ സ്വന്തം പ്രോജക്റ്റ് നമ്മൾ സ്വപ്ന വീടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഒരുപാട് പ്രേക്ഷകർ കണ്ടൊരു എപ്പിസോഡായിരുന്നു അല്ലേ? അതെ അതെ അതെ. അത് ശരിക്കും അത് റിനോവേഷൻ പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ 35 വർഷം പഴക്കമുള്ള വീടെന്ന് പറഞ്ഞ് കാണിച്ചതായിരുന്നു. അപ്പോൾ അത് അന്ന് പിന്നെ അങ്ങോട്ട് ഇതിന് വീഡിയോസ് കണ്ടിട്ട് റിനോവേഷൻസ് ഒരുപാട് എൻക്വയറീസും ഒക്കെ വന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇവരുടെ ഒരു റിലേറ്റീവിൻ്റെ ഒരു ചെറിയൊരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് നമ്മൾ ചെയ്യാനിട വന്നത്. അതിന്റെ കണക്ട് ചെയ്താണ് ഇത് വന്നത്, ഈ പ്രോജക്റ്റ് വന്നത്. ആ പഴയ പ്രോജക്റ്റിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിലേക്ക് എത്തുന്നത്. അതെ 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 അതെ. സന്തോഷം. അപ്പോൾ എന്താണ് ഈ ഒരു വീടിന്റെ, അതായത് ശരിക്കും ഒരു ആഡംബര വീടാണ്, എന്നാൽ പുറമേ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ തോന്നുന്നില്ല, സിമ്പിൾ ആയിട്ടൊരു എലിവേഷൻ ആണ്. അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു കഥ എങ്ങനെയാണ്? ഇത് 11 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ ചെയ്ത വീടാണ്. ഇപ്പൊ ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആക്ച്വലി ഒരു 4 ബെഡ്റൂം വേണം ആയിരുന്നു. പിന്നെ ഒരു ആറ്റിക് ബെഡ്റൂം അവരെ ഒരു റിക്വയർമെന്റ്. വേറെ അവരൊരു ഇതും പറഞ്ഞില്ല. ബാക്കിയെല്ലാം നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾ ഡിസൈൻ ചെയ്ത് എടുക്കുകയായിരുന്നു. പക്ഷെ അത് നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം ഫുൾ ക്രെഡിറ്റ് ആക്ച്വലി ക്ലയന്റിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്റ്റോറി. ബാക്കി ഒരു 1.5 വർഷം എടുത്ത് കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റാണ്. അപ്പം അതിന്റെ ഓരോ ഫേസസും നമുക്ക് ശരിക്കും ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു വീടാണ് ശരിക്കും. ആ ആറ്റിക് ബെഡ്റൂമാണ് ആക്ച്വലി അത് കാണുന്നത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അവരുടെ റിക്വയർമെന്റ് അതായത് തന്നെ അത് മുമ്പിൽ പ്ലേസ് ചെയ്തു. ഈ ക്ലയന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണല്ലോ ഓരോ വീടും അതിന്റെ ഭംഗിയൊക്കെ വരുന്നത്. അപ്പോൾ അതൊരു സ്പെഷ്യൽ റിക്വയർമെന്റ് ഉണ്ട്, അത് തന്നെ മുമ്പിൽ വെച്ചു. എലിവേഷൻ സിമ്പിളായിട്ട് അത് ചെയ്തു. പിന്നെ ഒരു 16 മീറ്റർ സ്പാനുള്ളൊരു എലിവേഷനാണ്. അത് കാർ പോർച്ചോട് അറ്റാച്ച് ചെയ്തു. സാധാരണ ചിലപ്പോൾ ഫ്രണ്ടിൽ കാർ പോർച്ചിന് സ്ഥലമില്ലാതെ ഒക്കെ വരുമ്പം എലിവേഷൻ അടഞ്ഞു പോകും. അപ്പോൾ അത് റോഡ് ഇത്രയും വ്യൂ ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളത് കറക്റ്റ് സോർട്ട് ചെയ്ത് ഒരു സൈഡിൽ വെച്ച് നല്ല വലുതായിട്ട് എലിവേഷൻ ചെയ്തു. അപ്പോൾ ഈ വീടിന്റെ പേരും ഈ വീടിന്റെ സ്വഭാവവും തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? തമോഹര, അതായത് തമസിനെ ഹരിക്കുന്നത്, അന്ധകാരത്തെ അകറ്റുന്നത്. സാങ്ച്വറി ഓഫ് ലൈറ്റ് എന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ അത് ശരിക്കും ആ ഡോറിനകത്ത് അതിൻ്റെ ഒരു ഇൻസൈഡിൻ്റെ ഇന്റീരിയേഴ്സിൻ്റെ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. അത് അകത്ത് കയറുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും, മനസ്സിലാവും. അപ്പോൾ ഈ വീടിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് നിറങ്ങളാണ്. നിറങ്ങളുടെ മനോഹരമായിട്ടൊരു സിംഫണി പോലെയാണ് ഈ വീട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട് പോലെ തന്നെ പുറം കാഴ്ചയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ വളരെ പ്രകടമായിട്ട് 3 നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഗ്രീന്, റെഡ്, ഗ്രേ. ഈ 3 നിറങ്ങളും വേർതിരിച്ചറിയാവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഡ്രൈവേയിൽ വിരിച്ചിട്ടുള്ളത് എർത്ത് സ്റ്റോൺ എന്ന് പറഞ്ഞ സ്റ്റോൺ ആണ്. ഡ്രൈവേ ഒരു ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ഡ്രൈവേ ചെന്നിട്ട് ഒരു ഷോ വാളിലാണ് മാച്ച് ചെയ്യുന്നത്. അത് ആ എലിവേഷൻ്റെ ആ വീതി കൂട്ടി കാണിക്കാനാണ് നമ്മൾ ആ ഒരു ഡബിൾ ക്ലാഡിങ്ങിൻ്റെ ഷോ വാൾ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആക്ച്വലി ഇത് ഇത്രയാണ് ഒരു വാർപ്പ് വരുന്നത്. ബാക്കി അങ്ങോട്ട് നമ്മൾ സ്റ്റീൽ സ്ട്രക്ചർ ചെയ്തിട്ട് അതിനകത്ത് TKT പാനൽ വെച്ച് ഫോൾ സീലിംഗ് ചെയ്തിരിക്കണം. അപ്പോൾ ആ ഒരു മൊത്തത്തിലൊരു സോളിഡ് ആ ഒരു ഫീൽ കിട്ടും. ഈ ആക്ച്വലി ഇത് 2 കാറ് പാർക്ക് ചെയ്യാവുന്ന കാർ പാർക്കിംഗ് ഉണ്ട്. ചെറുതും ഒരു അത്യാവശ്യം വലിയ കാറും പാർക്ക് ചെയ്യാവുന്ന ഒരു കാർ പാർക്കിംഗ് ആണ്. ഇവിടെ വന്നിട്ട് എൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റോൺ വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒരു മാർജിൻ. ഇത് ഒരു ഷോള് മാത്രമല്ല, നമ്മൾ ഇത് സൗത്ത് സൈഡാണ്. ഇത് അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിലടിക്കുന്നത് സൗത്ത് സൈഡിലാണ്. അപ്പോൾ അത് ഈ സിറ്റ് ഔട്ടിനെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രേക്കറും പിന്നെ ആ ഇത്രയും ലോങ് ആയിട്ടുള്ള ആ ഒരു സ്ലാബിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ആ ഈ ബ്രേക്കർ കൊടുത്തിരിക്കുന്നത്. അതൊരു ടെറാക്കോട്ട ബ്രിക്ക് ക്ലാഡിങ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ കളർ മാച്ച് ചെയ്യാനാണ് ഇത് വെരിഗേറ്റഡ് ഇതിലുള്ള ടെർമിനേലിയാണ്. പിന്നെ ചെറിയൊരു പേൾ ഗ്രാസും വെച്ചിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ചെറിയ പ്ലാൻ ബോക്സിനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി സിറ്റ് ഔട്ടിലേക്ക് വരുമ്പം വളരെ വൈഡായിട്ടുള്ള സാധാരണ സ്റ്റെപ്പല്ല, ഒരു 2 അടിക്ക് മുകളിൽ വീതിയുള്ള സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് കണക്ട് ചെയ്തിട്ടാണ് സിറ്റ് ഔട്ടിലേക്ക് വരുന്നത്. ഈ സിറ്റ് ഔട്ടിൽ ഒരു ചെറിയൊരു ഫ്ലോട്ടിംഗ് സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സ്റ്റീൽ കോളത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സീറ്റിങ്ങിനെ ശരിക്കും ഒരു ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പോണ്ടും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പാരലലി. ശരിക്കും അത് ബെഡ്റൂമിൻ്റെ ഒരു വ്യൂവും പിന്നെ ഈ സീറ്റിങ്ങിലേക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ആ ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു എലമെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ വാട്ടർ ബോഡി കൊടുത്തിരിക്കുന്നത്.
വീടിന്റെ കോമൺ ആയിട്ടൊരു പാറ്റേൺ ആണ് ഈ ഒരു റൗണ്ട് ഫിഗർ എന്ന് പറയുന്നത്. അത് നമ്മൾ ശരിക്കും ഫ്രണ്ട് ഡോറിൽ അതേ കണക്ക് ഡെപ്പിക്ട് ചെയ്തതാണ്. ഇത് ഫുൾ തേക്ക് ഡോറിനകത്ത് നമ്മൾ റൂട്ടർ ചെയ്തിട്ട് അതിനകത്ത് ബ്ലാക്ക് റെസിൻ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് ഡോറ് തുറന്നിട്ട് നമ്മൾ ഒരു ഫോമൽ ലിവിങ് സ്പേസ് ആണ് കാണുന്നത്. ആക്ച്വലി ചെറിയൊരു സ്പേസ് ആണ്, പക്ഷേ മാക്സിമം സീറ്റിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു 3 സീറ്ററാണ്, പാരലലി ഒരു 3 സീറ്ററാണ്. പിന്നെ ഇതൊരു സ്വിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്വിംഗ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു കോമൺ റിക്വയർമെൻ്റ് ആണ്. എല്ലാവർക്കും ഒരു ആട്ടുകട്ടിൽ വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും ആട്ടുകട്ടിലിൻ്റെ യഥാർത്ഥ സത്യം എന്ന് പറഞ്ഞാൽ ആരും അത് വലുതായിട്ട് ഉപയോഗിക്കാറില്ല. ഒരു ആട്ടുകട്ടിൽ ഇങ്ങനെ ഒരു പ്രദർശന വസ്തു പോലെ കിടക്കുള്ളൂ. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്താലും അത് ഉപയോഗിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോമൽ ലിവിങ്ങിലേക്ക് നമ്മൾ ഈ ഒരു ആട്ടുകട്ടിൽ കൊടുത്തത്. ആട്ടുകട്ടിലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഊഞ്ഞാല് പോലെ ആടുക എന്നുള്ളതല്ല, ചെറിയൊരു മൂവ്മെൻറ്റോടെ നമുക്ക് ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. അപ്പം ചെറിയൊരു ഫോമൽ ലിവിങ്ങിൽ നമ്മളൊരു TV സ്പേസും, ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ശരിക്കും ഒരു മിഡ് സെഞ്ച്വറി സ്റ്റൈലിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് സിമ്പിളായിട്ടുള്ള കളേഴ്സും ഓർഗാനിക് പാറ്റേൺസും പിന്നെ ഒരു യൂട്ടിലിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളേഴ്സ് തന്നെ വളരെ സട്ടിലായിട്ടുള്ള ചെറിയൊരു ബീച്ച് കളറ്, ഒരു പൈൻവുഡ് ഫിനിഷ്, പിന്നെ ഒരു ഫ്ലൂട്ടഡ് പാനൽ, ഒരു വുഡൻ ഫിനിഷ്, അങ്ങനെയാണ് ഇതിൻ്റെ കളേഴ്സ് കൊടുക്കുക. ഇതൊരു WPCയിൽ PU ഫിനിഷ് ചെയ്ത ഒരു പാനലിംഗ് ആണ്. അതിൻ്റെ അതൊരു സ്റ്റീൽ സ്ട്രിപ്പും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വപ്ന വീട്ടിലെ ഇടങ്ങളൊന്ന് ചുരുക്കി പറയാം. ഒരു കാർ പോർച്ച്, ചെറിയൊരു സിറ്റ് ഔട്ട്, അകത്തേക്ക് കയറുമ്പോൾ ഒരു ലിവിംഗ് സ്പേസ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, താഴെ 2 ബെഡ്റൂംസ്, 2 വാട്ടർ ബോഡി, അതുപോലെ തന്നെ മുകളിലും 2 ബെഡ്റൂംസ്, അറ്റാച്ച്ഡ് ബാത്റൂം, ഒരു അപ്പർ ലിവിങ്, ഒരു ഓപ്പൺ ടെറസ്. ഇത്രയുമാണ് ഏകദേശം 2800 സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത്. വീടിൻ്റെ അകത്തളങ്ങൾ ഭംഗിയാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വീടിനുള്ളിലും ആ നിറങ്ങളുടെ ഒരു സിംഫണി മനോഹരമായിട്ട് ഫ്ലോറിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാന വാതിൽ തുറന്നു വരുമ്പോൾ ഈ ഒരു പാസേജിൽ ഒരു താന്തൂർ സ്റ്റോണിൻ്റെ ഫിനിഷുള്ള ഒരു ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വിട്രിഫൈഡ് ടൈൽസിൻ്റെ പല കളർ ഷെയ്ഡുകളുള്ള ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ലിവിങ്ങിൽ ഒരു ഡിസൈനർ പ്രിന്റഡ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു പാസേജ് മനോഹരമാക്കാനായിട്ട് മൊറോക്കൻ സീരീസ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഹോം ടൂർ കാണിക്കുന്ന പല വീടുകളിലും ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു മൊറോക്കൻ സീരീസ് ടൈൽസ്. കിച്ചണിലേക്ക് വരുമ്പം പ്ലെയിൻ വൈറ്റ് ടൈൽസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡ്റൂമുകൾ, ഓരോ ബെഡ്റൂമുകൾ ഭംഗിയാക്കാനും പല കളർ പാറ്റേൺ ഉള്ള ടൈൽസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ലിവിംഗ് സ്പേസിൽ ശരിക്കും ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർ ബോഡിയും ആ ഫൗണ്ടനുമാണ്. ആ ഫൗണ്ടൻ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ ഒരു സ്റ്റോൺ ഫിനിഷ് നമ്മൾ ആ അമ്പലത്തിലൊക്കെ കാണുന്ന ഒരു മോഡലിൽ കുറച്ചൊന്ന് മോഡേണൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്തതാണ്. ചെറിയ ഡെപ്തുള്ളൊരു ഷാലോ പോണ്ടാണിത്. അപ്പോൾ വീടിൻ്റെ ടെമ്പറേച്ചറിനെ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെയും പിന്നെ ഒരു സൂത്തിങ് സൗണ്ട്, ഈ വെള്ളം വീഴുന്ന സൗണ്ടും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു വാട്ടർ ബോഡി എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സാധാരണ ഒരു മറ്റേ കൽവിളക്കിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ജപ്പനീസ് ലാമ്പാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അത് കണക്ട് ചെയ്ത് വരുന്നത് ഒരു ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് ഫ്ലോർ ലെവലിൽ നിന്ന് ചെറുതായിട്ടൊന്ന് റൈസ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം ആ ശരിക്കും പ്ലാനിനെ നമ്മൾ അതേപോലെ ഡെപ്പിക്റ്റ് ചെയ്ത് ആ സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ടൈൽസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു 6 സീറ്റർ ഡൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് 8 സീറ്ററായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് നല്ല വിശാലമായിട്ടൊരു സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പാരലലി ഒരു വാട്ടർ ബോഡി ഉണ്ട്. പിന്നെ ഡൈനിങ്ങിൽ നിന്നും കണക്ട് ചെയ്ത് തന്നെയാണ് അതിൻ്റെ കോമൺ വാഷ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റോൺ ഫിനിഷ് വാഷ് ബേസിനാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ശരിക്കും ആക്ച്വലി ഒരു സ്റ്റീൽ ഫ്രെയിമിൽ നമ്മൾ ഫ്ലോട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. സസ്പെൻഡഡ് ആയിട്ട് ഫീൽ ചെയ്യും. അവിടെയും നമ്മളൊരു സീറ്റിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്യാതറിംഗ് ഒക്കെ വരുമ്പോൾ എല്ലാവർക്കും ഒന്ന് ഇരിക്കാനും കാര്യങ്ങളൊക്കെ പറയാനും. കൂടുതൽ എനിക്ക് തോന്നുന്നു ലിവിങ്ങിനെക്കാട്ടിയും ഡൈനിങ് ആണ് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. അതുകൊണ്ടൊരു സീറ്റിംഗ് സ്പേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനെ കണക്ട് ചെയ്ത് പുറത്തേക്കൊരു ഗാർഡൻ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും ആ കിച്ചൻ്റെ ക്രോസ് വെന്റിലേഷനും പിന്നെ നമ്മളിവിടെ അത്യാവശ്യം സെറ്റ് ബാക്ക് ഒക്കെ കൊടുത്ത് ഈ 2 പോണ്ടിൻ്റെയും ഫിൽട്രേഷനും ഒക്കെ ഒരു സർവീസ് എൻട്രിങ് എക്സിറ്റും കൂടെയാണ് നമ്മളിവിടെ ഈ ഒരു എക്സിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു ഗ്രില്ലൊക്കെ വെച്ച് ടഫ് ആൻഡ് ഗ്ലാസ് ഒക്കെ വെച്ച് നമ്മൾ സെക്യൂർ ചെയ്തിട്ടുണ്ട്. എന്നാലും സെക്യൂരിറ്റി ഇഷ്യൂസ് വരത്തില്ല. നമ്മൾ ഫ്രണ്ടിൽ ആ ഒരു ബൗണ്ടറി വാളൊക്കെ വെച്ച് ക്ലോസ് ചെയ്ത് ഇതൊരു ശരിക്കും ഒരു ഇൻസൈഡ് സ്പേസ് പോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ളൊരു സ്പേസാണ്. നമ്മൾ ആ തമോഹര എന്ന് പറഞ്ഞ ആ പേരിനെ ശരിക്കും നമ്മൾ സ്കൈലൈറ്റിലാണ് കൊണ്ടുവരിക്കുന്നത്. അത് ആ സീലിങ്ങിലുള്ള ആ ഒരു ഹോൾസ് പാറ്റേൺ ആണ്. അത് ശരിക്കും ഒരു 11 മണി 12 മണി ആകുമ്പോഴത്തേനും ആ ലൈറ്റ്സ് കംപ്ലീറ്റ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ പറ്റും. അപ്പം വീട്ടിലുള്ളിൽ ആ ഒരു പാറ്റേണും അത് പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മളുടെ ആ തമോഹര പേര് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ഒരു ചെറിയൊരു വാട്ടർ ബോഡി അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒരു സിമെൻറ്റ് ഫിനിഷും ചെറിയൊരു ആർച്ച് പാറ്റേണും അതൊക്കെ ആ ഒരു സ്പേസിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കളേഴ്സ് നമുക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്ത ഒരു ഐഡിയ ആണ്.
പിന്നെ മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ജാളി പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഇനി വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതും ശരിക്കും ആ ഒരു മൊറോക്കൻ ടൈലും ആ ഒരു സാധാ വെട്രിഫൈഡ് ടൈലും സെറ്റിൽ ഗ്രീൻ ആണെന്ന് ഈ കളറിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ 2 പാറ്റേൺ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സെപ്പറേഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു കിങ് സൈസ് ബെഡാണ്. കിങ് സൈസ് ബെഡിൻ്റെ ബാക്കിൽ ഒരു ഹെഡ് ബോർഡ് എന്ന പേരിൽ നമ്മളൊരു പാനലിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇത് വെയിൻസ്കൗട്ടിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ശരിക്കും ആ ഗ്രീനും ആ ഒരു കാരമൽ ഷെയ്ഡാണ്. അങ്ങനെ ഒരു മാച്ച് ചെയ്യുന്ന ഒരു കളർ തീമാണ് ഈ റൂമിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ സൗത്ത് വെസ്റ്റ് സൈഡാണ്, അപ്പം ഏറ്റവും കൂടുതൽ ചൂട് ആ സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ എപ്പോഴും ക്രോസ് വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ചൂടുള്ള സൈഡിൽ ജനൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ക്രോസ് വെന്റിലേഷൻ ശരിക്കും അതിൽ നിന്നുള്ള കാറ്റ്, നല്ല ചൂടുള്ള കാറ്റ് വരും. അപ്പോൾ അതിനെ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വലിയ വിൻഡോയും അതിനെ നേരെ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് ഒരു വിൻഡോയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ മുമ്പിൽ നിന്നുള്ള കാറ്റ് ആക്ച്വലി ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രോസ് വെന്റിലേഷൻ ആക്ട് ചെയ്യുന്നത്. ഈ റൂമിൻ്റെ ഒരു വലിയ വാർഡ്രോബ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു വൈറ്റ് ഫിനിഷിൽ നമ്മൾ PU ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. മെറൈൻ പ്ലൈലാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ വലിയൊരു സ്റ്റഡി ടേബിൾ നമുക്ക് കാണാൻ പറ്റും. അതൊരു ഓഫീസ് പർപ്പസും അങ്ങനെയൊക്കെ ഉള്ള പർപ്പസിനാണ്. നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ്, അത് പ്രോലിഫ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാനലിങ്ങും നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഡ്രസ്സിങ് യൂണിറ്റ് ആണ്. നമ്മൾ വുഡിലാണ് ഈ ഡ്രസ്സിങ് യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വലിയൊരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരുടെയും ഒരു റിക്വയർമെൻ്റ് ആണ്, ഒരു വലിയ മിറർ എന്നുള്ളത്. പിന്നെ ഒരു ട്രൈ കളർ ലൈറ്റും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കണക്ട് ചെയ്താണ് നമ്മൾ ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ടോയ്ലറ്റ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ വിൻഡോ ആണ് ഇതിൻ്റെ ക്രോസ് വെന്റിലേഷൻ. നോർമലി ഈ പോണ്ടിലേക്കുള്ള ഒരു വ്യൂവും ഒരു ബാൽക്കണി ഫീല് കിട്ടുന്ന ഒരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂം. ഇതും 12-13 സൈസ് തന്നെയാണ് ബെഡ്റൂമിൻ്റെ. അപ്പോൾ ഇതൊരു കിങ് സൈസ് ബെഡാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബ്ലൂ ഗ്രേ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഫ്രണ്ട് എലിവേഷനിൽ നിന്നും താഴെ കാണുന്ന ഒരു വ്യൂ ഉള്ള ബെഡ്റൂമാണിത്. ഈ ഒരു വലിയ വിൻഡോ വഴിയാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണാം ഒരു പോണ്ടൊക്കെ ഉണ്ട്. ഇവിടെയും നമുക്ക് ആ ഒരു വാർഡ്രോബ് സ്പേസിൻ്റെ സെപ്പറേഷൻ കാണാൻ പറ്റും. ടൈലിൽ ഒരു പേർഷ്യൻ കളർ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ തീമിലുള്ള വാർഡ്രോബാണ്. 3 ഡോർ വാർഡ്രോബ്, ഒരു ഓപ്പൺ സ്പേസുള്ള ഇതാണ് കൊടുത്തിരിക്കുന്നത്. പുതിയകാല വീടുകളിൽ ഏറ്റവും കൂടുതൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങളിലൊന്നാണ് കിച്ചൺ. ഇപ്പം ഉദാഹരണത്തിന് പഴയകാല വീടുകളിലെ ഏറ്റവും വലിയ സ്പേസുകളൊന്നായിരുന്നു കിച്ചൺ. എന്നാൽ ജീവിതശൈലി മാറി അണുകുടുംബങ്ങളിലേക്ക് വന്നു. ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നപ്പോൾ അടുക്കളയുടെ വലിപ്പവും കുറഞ്ഞു. അപ്പോൾ ഈ വീട്ടിലേക്ക് വരുമ്പോഴും സൗകര്യങ്ങളെല്ലാം കൈയൊതുക്കത്തിലുള്ള ഒരു കുട്ടി കിച്ചണാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം ഒരു 12x8 മാത്രമാണ് ഇതിൻ്റെ ഒരു സൈസ് വരുന്നത്. എന്നാൽ ചെറിയ സ്ഥലത്ത് പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. മറൈൻ പ്ലൈവുഡ് WPC PU ഫിനിഷിലാണ് ക്യാബിനറ്റുകളൊക്കെ നൽകിയിട്ടുള്ളത്. കൗണ്ടറിൽ ക്വാർട്സ് ആണ് വിരിച്ചിട്ടുള്ളത്. ഈ ഒരു എൻട്രി പോയിന്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് ഉപയോഗിക്കാം. എന്നാൽ നമ്മൾ ഹോം ടൂർ ചെയ്തിട്ടുള്ള പല വീടുകളിലും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഉയരം കൂടുതലായിരിക്കും. ചിലപ്പോൾ അതിൽ കയറി ഇരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ ഒരു ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിക്കുന്ന അതേ ഒരു ലാഘവത്തോടെ ഇരുന്ന് കഴിക്കാൻ കഴിയുന്ന രീതിയിൽ ഹൈറ്റ് കുറച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതെന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. ഓപ്പൺ കിച്ചനെ കുറിച്ച് പലർക്കും ഉള്ളൊരു ആശങ്കയാണ് ഈ ഒരു കിച്ചണിലെ സ്മെല്ല്. അതായത് ഒരുപാട് വറുക്കലും പൊരിക്കലും ഒക്കെ ഉള്ള നമ്മുടെ പാചക രീതിയിൽ ആ സ്മെല്ല് നിലനിൽക്കുമോ എന്നുള്ളത്. എന്നാൽ പലപ്പോഴും ഒരു ചിമ്മിനി കൊടുത്തുകൊണ്ട് മാത്രം ആ സ്മെല്ല് പുറത്തേക്ക് പോകണമെന്നില്ല. എന്നാൽ ഇവിടേക്ക് വരുമ്പം ഇവിടെ ഒരു ഫുൾ ലെങ്ത് വിൻഡോസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ആ ഒരു സ്മെല്ല് പുറത്തേക്ക് പോകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു ക്രമീകരണം. ഇതിന് അനുബന്ധമായിട്ട് ഒരു ചെറിയ വർക്കിംഗ് കിച്ചൺ നൽകിയിട്ടുണ്ട്. അവിടെ ഒരു ലോണ്ടറി സ്പേസും നൽകിയിട്ടുണ്ട്. താഴെ ഒരു സെൻട്രൽ സ്പേസിലാണ് നമ്മൾ സസ്പെൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റീൽ സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ഫുൾ തേക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള MS ഹാൻഡ് റെയിൽസ് ആണ് കൊടുക്കുന്നത്. 12mm MS ഹാൻഡ് റെയിൽസ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു ചെറിയ ലിവിങ് സ്പേസ് ആണ്. സിംഗിളായിട്ടുള്ള 2 സോഫയും ബാക്കി ഒരു ലോങ് ആയിട്ടുള്ളൊരു സീറ്റിംഗ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഈ സീറ്റിംഗ് സ്പേസിൽ ഇരുന്നാൽ ശരിക്കും താഴെയുള്ള വാട്ടർ ബോഡിയും ലിവിങ്ങും ഒക്കെ കാണാൻ പറ്റും. അപ്പുറയും ഒരു വാട്ടർ ബോഡി ഉണ്ട്. ഇതൊരു ബ്രിഡ്ജ് പോലെ നിൽക്കുന്ന ആ ഡൈനിങ് സ്പേസിൻ്റെ മുകളിലെ ഒരു സ്ലാബ് സ്പേസ് ആണിത്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ ഓണേഴ്സ്. ഇത് അവരുടെ ആ ഒരു ഫാമിലി ലിവിങ്ങിൻ്റെ ആ ഒരു ടൈൽ സെലക്ഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഒരു ബീച്ച് ഫിനിഷിലാണ്, ഒരു റസ്റ്റിക് ഫിനിഷുള്ള ടൈലാണ്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് 2 സിമെൻറ്റ് ഫിനിഷിലുള്ള 2 കോളംസ് ഉണ്ട്. ഈ സീറ്റിംഗ് സ്പേസിൽ ശരിക്കും നല്ല കാറ്റിൻ്റെ ഫ്ലോ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ നേരെ കാണുന്ന ആ ഹോൾസ് ഇല്ലേ, ആ ഫ്രണ്ടിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഫ്രണ്ടിൽ ആ ഒരു ഗ്രൗണ്ടിൽ നിന്നും വരുന്ന നല്ല പ്രഷറിലുള്ള കാറ്റ് നല്ല സൂത്തിങ് ആയിട്ട് നമുക്ക് കിട്ടും. ഈ കാറ്റ് തന്നെയാണ് ഓപ്പോസിറ്റുള്ള ആ ഒരു ബെഡ്റൂമിൽ നമുക്ക് ക്രോസ് വെന്റിലേഷൻ കിട്ടുന്നത്. അപ്പോൾ മുകൾ നിലയിലെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം. നേരത്തെ പറഞ്ഞ പോലെ നിറക്കൂട്ടുകൾ കൊണ്ട് അണിയിച്ചൊരുക്കിയ ഒരു ബെഡ്റൂമാണ്. പച്ച, നീല, വെള്ള, ചുമല അങ്ങനെ നിറങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഇവിടെ
ആ ഒരു എൻട്രി പോയിന്റിൽ ഒരു അത്തംകുടി ടൈലിന്റെ ഫിനിഷുള്ള വിട്രിഫൈഡ് ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ ഒരു കിങ് സൈസ് ബെഡാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഹെഡ് സൈഡ് വോള് കുറച്ച് ഭാഗം WPC പാനലിംഗ് ചെയ്ത് ബാക്കി നേരിട്ട് പെയിന്റ് അടിച്ചിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറ്റ ഫ്രെയിമിൽ പാനലിംഗ് ചെയ്ത പോലെ തോന്നും. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ധാരാളം വിൻഡോസ് നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു സ്ലൈഡിങ് ഫോൾഡിങ് വിൻഡോ ആണ്. ഇത് തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ഒരു ബേ വിൻഡോ ആയിട്ട് ഉപയോഗിക്കാം. താഴത്തെ ആ വാട്ടർ ബോഡിയിലേക്ക് ഇവിടുന്ന ഒരു വ്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു ഭാഗത്ത് നിന്ന് ക്രോസ് വെന്റിലേഷൻ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ചെറിയ സ്ഥലത്തും പരമാവധി സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. ഫുൾ ലെങ്ത് വാർഡ്രോബാണ് നൽകിയിട്ടുള്ളത്. മറൈൻ പ്ലൈവുഡ് WPC ഫിനിഷിലാണ് വാർഡ്രോബ്സ് നൽകിയിട്ടുള്ളത്. ഇവിടേക്ക് മാറ്റി ഒരു ഡ്രസ്സിംഗ് സ്പേസ് നൽകിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഈ വീട്ടിലെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള ആ ഒരു സ്പേസിലേക്കാണ്. ചെറിയൊരു പാസേജിലൂടെയാണ് ഇതിലേക്ക് കടക്കുന്നത്. ഇവിടെയൊക്കെ വാർഡ്രോബുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും സർപ്രൈസ് ആയിട്ടുള്ള സ്പേസ് ഇതാണ് ഇവിടുത്തെ ആറ്റിക് ബെഡ്റൂം. ശരി, ശരിക്കും ഒരു റിസോർട്ടുകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ബെഡ്റൂം. അതെ, അപ്പൊ വീടിനകത്ത് ഒരു റിസോർട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ശരി, അപ്പൊ ഇത് ഫുള്ള് സ്റ്റീൽ സ്ട്രക്ചറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സാധാരണ ബെഡ്റൂമിനെക്കാളും സൈസ് കൂടുതലാണ്. എന്നാലേ നമുക്ക് ഈ ഒരു എ സ്ട്രക്ചറിൽ കറക്റ്റ് ആ സ്പേസ് അറേഞ്ച് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് അത് നമുക്ക് ആ ഫ്രണ്ടിൽ ഞാൻ പറഞ്ഞ ആ ഗ്രൗണ്ടാണത്. അപ്പോൾ അതിൽ നിന്നുള്ള കാറ്റും ഒക്കെ നല്ല വൃത്തിയായിട്ട് ഇവിടെ കിട്ടും. ഇത് ഒരു കിങ് സൈസ് ബെഡാണ്. ബാക്കിലൊരു സ്റ്റോറേജും ഒക്കെ കൊടുത്ത്, ഇത് PVCയുടെ ഫ്ലൂട്ടഡ് പാനലൊക്കെ കൊടുത്ത്, സ്റ്റീൽ സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ചൂട് ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അകത്ത് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ട്രസ് ചെയ്തിട്ട് മുകളിൽ സ്റ്റീൽ സ്ട്രക്ചർ ട്രസ് ചെയ്തിട്ട് അതിനകത്ത് നാനോ സെറാമിക്കിന്റെ ഓട് വിരിച്ച് അതിന്റെ അടിയിൽ നമുക്ക് ഫോൾ സീലിംഗ് ചെയ്തു. ഗ്രീൻ ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് അലൂമിനിയം ഫുൾ ലെങ്ത് സ്ലൈഡിംഗ് അലുമിനിയം ഡോർ ഉണ്ട്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ്. പിന്നെ നമുക്ക് ആ ഫ്രണ്ടിലേക്കുള്ള വ്യൂ നല്ലപോലെയുള്ള ഒരു വ്യൂ കിട്ടും. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെയുള്ള ആ ഗ്രീൻ റെഡ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു സംഭവം നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ശരി, ശരി. വീടിന്റെ എലിവേഷന്റെ ആ ഒരു ഭാഗമാണ് മെയിൻ ഭാഗമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇത് സോഫിറ്റ് പാനൽസ് ആണ്. എക്സ്റ്റീരിയർ ഗ്രേഡിലുള്ള ഒരു ഫോൾ സീലിംഗ് ആണ്. അത് മറ്റേ റിസോർട്ടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ്. ഈ ഒരു ചൂടിനെയും വെയിലിനെയും എല്ലാം തരണം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊരു ഹാങ്ങിങ് ലൈറ്റ് ആണ്. ചെറിയ ഫിലമെന്റ് ബൾബ് പോലെ ഇരിക്കും, പക്ഷെ അത് LED ആണ്. ഈ പറഞ്ഞാൽ കേരളത്തിന്റെ ഈ ഫർണിഷിംഗ് മേഖലയിൽ ഒരുപാട് നൂതന സാമഗ്രികൾ ഇപ്പൊ ഇറങ്ങുന്നുണ്ട് അല്ലേ? ഒരേ ടെക്സ്ചറിലുള്ള പല ഗ്രേഡിലുള്ള സാധനങ്ങളുണ്ട്. ഇപ്പൊ താഴെ തന്നെ കാർപോർട്സ് TKT പാനലിംഗ് ആണ്. അതേപോലെ ഇരിക്കുന്ന സോഫിറ്റ് ആണ്. അപ്പൊ ശരിക്കും അത് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ചെയ്യത്തില്ല. അത് ശരിക്കും ഡിഗ്രേഡ് ആയി പോകുന്നത്. അപ്പോൾ ഓരോ വീടും ഓരോ സ്വപ്നമാണ്. ഓരോ വീടുകൾക്കും വ്യത്യസ്ത സുന്ദരങ്ങളായിട്ടുള്ള കഥകളുണ്ട്. വീടുകൾ നമ്മുടെയൊക്കെ ജീവിതത്തെ എങ്ങനെ സുന്ദരമാക്കുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം. അപ്പോൾ വർണ്ണക്കൂട്ടുകൾ ചാലിച്ചൊരുക്കിയ ഈ ഒരു സ്വപ്ന വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സ്വപ്ന വീടിന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.